ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC ഹിസ്റ്ററി എക്സാം അടുത്ത 12-ാം തീയതിയാണ്, ഓഗസ്റ്റ് 12. അപ്പോൾ മോഡേൺ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ എന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിലെ 2-ാം അധ്യായമാണ് 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്നുള്ള ഭാഗം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ക്രമേണയുള്ള ദുർബലമാകലും തകർച്ചയും കൊണ്ട് പ്രാദേശിക മേഖലാതലങ്ങളിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ശക്തികൾ ഉയർന്നു തുടങ്ങുകയും ശക്തി പ്രാപിക്കുകയും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ രാഷ്ട്രീയം പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച സംഭവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പ്രാദേശിക ശക്തികൾ വളരാൻ തുടങ്ങി, രാഷ്ട്രീയ സാമ്പത്തിക ശക്തികൾ ഉയർന്നു വരാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും അവശിഷ്ടങ്ങളിൽ നിന്ന് ബംഗാൾ, അവധ്, ഹൈദരാബാദ്, മൈസൂർ, മറാത്ത എന്നിങ്ങനെയുള്ള അനേകം സ്വതന്ത്ര അർദ്ധസ്വതന്ത്ര രാജ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൽ നിന്ന് ഉയർന്നു വന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ: ബംഗാൾ, അവധ്, ഹൈദരാബാദ്, മൈസൂർ, മറാത്ത എന്നിവ. ഇന്ത്യയിലെ മേലധികാരത്തിനായുള്ള ശ്രമത്തിൽ ബ്രിട്ടീഷുകാർക്ക് മറികടക്കേണ്ടി വന്ന രാജ്യങ്ങളായിരുന്നു ഇവയെല്ലാം. അപ്പോൾ ഇവയിൽ ബംഗാൾ, അവധ്, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ പിന്തുടർച്ചാ രാജ്യങ്ങൾ എന്ന് കണക്കാക്കുന്നു. ബംഗാൾ, അവധ്, ഹൈദരാബാദ് തുടങ്ങിയ രാജ്യങ്ങളെ എന്താണ് പറയുന്നത്? പിന്തുടർച്ചാ രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കേന്ദ്രത്തിൽ അധികാരം തകർന്നോടുകൂടി മുഗൾ പ്രവിശ്യയിലെ ഗവർണർമാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്നതാണ് ഈ രാജ്യങ്ങൾ. അപ്പം മറാത്ത, അഫ്ഗാൻ, ജാട്ട്, പഞ്ചാബ് രാജ്യങ്ങൾ പോലെ മറ്റുള്ള പ്രാദേശിക മുഖ്യന്മാരുടെയും സെമീന്ദാർമാരുടെയും കർഷകരുടെയും കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് ഇവ. മറാത്ത, അഫ്ഗാൻ, ജാട്ട്, പഞ്ചാബ് രാജ്യങ്ങൾ പോലെ മറ്റുള്ള രാജ്യങ്ങൾ പ്രാദേശിക മുഖ്യന്മാരുടെയും ജമീന്ദാർമാരുടെയും കർഷകരുടെയും കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അപ്പോൾ ഈ 2 വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങൾ, ഒന്ന് പിന്തുടർച്ചാ രാജ്യങ്ങളും മറ്റൊന്ന് കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യങ്ങളും. പിന്തുടർച്ചാ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ബംഗാൾ, അവധ്, ഹൈദരാബാദ്. കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അഫ്ഗാൻ, ജാട്ട്, പഞ്ചാബ്, മറാത്ത. അഫ്ഗാൻ, ജാട്ട്, പഞ്ചാബ്, മറാത്ത എന്നിവ കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യവും, അതായത് ജമീന്ദാർമാരുടെയും കർഷകരുടെയും കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യങ്ങളാണ് അഫ്ഗാൻ, ജാട്ട്, പഞ്ചാബ്, മറാത്ത എന്നിവ. പിന്തുടർച്ചാ രാജ്യങ്ങളാണ് ബംഗാൾ, അവധ്, ഹൈദരാബാദ് എന്നിവ. ഈ 2 വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ രാജ്യാധികാര രീതിയിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രാദേശിക പ്രത്യേകതകൾ കൊണ്ട് ഓരോ രാജ്യവും തമ്മിൽ എന്നാൽ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഭരണരീതിയിൽ വ്യത്യാസമില്ലെങ്കിലും അല്ലെങ്കിൽ അധികാര രീതിയിൽ വ്യത്യാസങ്ങളില്ലെങ്കിലും പ്രാദേശികമായ രീതിയിൽ ചില വ്യത്യാസങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭരണ ചട്ടക്കൂട് ഏതാണ്ട് എല്ലായിടത്തും ഒരേ രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ മുഗൾ സ്വാധീനം ഏതെങ്കിലും തരത്തിൽ എത്തിപ്പെടാത്ത തെക്കു പടിഞ്ഞാറൻ തീരവും തെക്ക് കിഴക്കൻ തീരവും വടക്ക് കിഴക്കൻ ഇന്ത്യയും പോലുള്ള ഭാഗങ്ങളെ ഉൾപ്പെടുന്ന മൂന്നാമതൊരു മേഖലയും ഉണ്ടായിരുന്നു. അപ്പോൾ 3 മേഖലകൾ, അതായത് പിന്തുടർച്ചാ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ബംഗാൾ, അവധ്, ഹൈദരാബാദ് എന്നിവയും ജമീന്ദാർമാരുടെയും കർഷകരുടെയും കലാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന അഫ്ഗാൻ, ജാട്ട്, പഞ്ചാബ്, മറാത്ത എന്നിവയും ഇവയ്ക്കൊക്കെ പുറമെ തെക്കു പടിഞ്ഞാറൻ തീരവും തെക്ക് കിഴക്കൻ തീരവും വടക്ക് കിഴക്കൻ ഇന്ത്യ പോലുള്ള ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകത, മുഗളന്മാരുടെ സ്വാധീനം എത്തിപ്പെടാത്ത പ്രദേശമായിരുന്നു. മുഗൾ ചക്രവർത്തിയുടെ മേലധികാരം നാമമാത്രമായി അംഗീകരിച്ചും
അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ എന്ന അംഗീകാരം തേടിയും 18ാം നൂറ്റാണ്ടിലെ ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ തങ്ങളുടെ സ്ഥാനത്തിന് നിയമസാധുത നേടിയെടുക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, ഏതാണ്ട് എല്ലാവരും മുഗൾ ഭരണത്തിൻ്റെ രീതികളും ജീവനും ഉൾക്കൊള്ളാനും ശ്രമിച്ചു. ഒന്നാമത്തെ തരത്തിലുള്ള രാജ്യങ്ങൾ, അതായത് പിന്തുടർച്ച രാജ്യങ്ങൾ, നമ്മൾ പറഞ്ഞ ബംഗാൾ, അവധ്, ഹൈദരാബാദ് തുടങ്ങിയ രാജ്യങ്ങൾ മുഗൾ ഭരണത്തിൻ്റെ പ്രവർത്തനനിരതമായ ഘടനയും സ്ഥാപനങ്ങളും പിന്തുടർച്ചയായി നേടി. അതായത് പിന്തുടർച്ച രാജ്യങ്ങൾ, ബംഗാൾ, അവധ്, ഹൈദരാബാദ് പോലുള്ള രാജ്യങ്ങൾ മുഗൾ ഭരണത്തിൻ്റെ പ്രവർത്തനനിരതമായ ഘടനയും സ്ഥാപനങ്ങളും പിന്തുടർച്ചയായി തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവർ വിവിധ രീതിയിൽ മുഗൾ ഭൂനികുതി സമ്പ്രദായം ഉൾപ്പെടെ ഈ ഘടനയും സ്ഥാപനവും കൈവശപ്പെടുത്താനോ രൂപപ്പെടുത്താനോ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ക്രമസമാധാനവും പ്രവർത്തനക്ഷമമായ സാമ്പത്തിക ഭരണ ചട്ടക്കൂടുകളും സ്ഥാപിച്ചു. കർഷകരുടെ മിച്ച ഉൽപാദനങ്ങൾക്ക് മേൽ നിയന്ത്രണത്തിന് വേണ്ടി ഉയർന്ന അധികാര സ്ഥാനവുമായിട്ട് നിരന്തരം വഴക്കിടുകയും ചിലരൊക്കെ പ്രാദേശിക അധികാര രക്ഷാകർതൃത്വ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്ത താഴ്ന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയും ചെറുകിട മുഖ്യന്മാരെയും സമീന്ദാർമാരെയും ഓരോ സാഹചര്യത്തിലും വ്യത്യസ്ത അളവിലായിരുന്നു വിജയമെങ്കിലും അവർ അത് നിലക്ക് നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ക്രമസമാധാനവും പ്രവർത്തനക്ഷമമായ സാമ്പത്തിക ഭരണ ചട്ടക്കൂടും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമാധാനവും സംഘർഷമില്ലായ്മയും താല്പര്യപ്പെട്ട പ്രാദേശിക മുഖ്യന്മാരെയും ജമീന്ദാരന്മാരെയും അനുനയിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭരണവ്യവസ്ഥയിൽ കൊണ്ടുവരാൻ ആ ഭരണാധികാരികൾക്ക് സാധിച്ചു. അപ്പോൾ പൊതുവെ ഈ രാജ്യങ്ങളിലെ മിക്കതിലും മുഖ്യന്മാരും ജമീന്ദാർമാരും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരത്തിൽ കൂടുതൽ പങ്ക് പറ്റിക്കൊണ്ട് രാജ്യാധികാരം വികേന്ദ്രീകരിച്ചിട്ടുമുണ്ടായിരുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലത്തിൽ അവരുടെ ഭരണാധികാരികളുടെ പ്രേരണകൾ സമാനമായിരുന്നു. അപ്പോൾ സൈനികവും അല്ലാത്തതുമായ പൊതു നിയമനങ്ങളിൽ ഈ ഭരണാധികാരികൾ മതഭേദം വെച്ച് പുലർത്തിയിരുന്നില്ല. അവരുടെ അധികാരത്തിനെതിരായി കലാപം ഉയർത്തിയവരും ഭരണാധികാരികളുടെ മതത്തിന് അധികം ശ്രദ്ധ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ നാശത്തിനും വിഘടനത്തിനും ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അരാജകാവസ്ഥയായിരുന്നു എന്ന വിശ്വാസത്തിന് അടിസ്ഥാനമൊന്നും ഇല്ല. വാസ്തവത്തിൽ 18ാം നൂറ്റാണ്ടിലെ ഭരണത്തിലും സമ്പദ് വ്യവസ്ഥയിലും അസ്വസ്ഥമായിരുന്നത് ഒക്കെയും ബ്രിട്ടീഷുകാരുടെ ആക്രമണ യുദ്ധങ്ങൾക്കും ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിനും ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ദുരവസ്ഥയ്ക്ക് കാരണം ബ്രിട്ടീഷുകാരുടെ ആഭ്യന്തര ഇടപെടലുകളും അവരുടെ ആക്രമണങ്ങളുമായിരുന്നു. ഈ രാജ്യങ്ങൾക്കൊന്നും 17ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച സാമ്പത്തിക പ്രതിസന്ധി തടയുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവയെല്ലാം അടിസ്ഥാനപരമായിട്ട് പാട്ടനികുതി പിരിച്ചെടുക്കുന്ന രാജ്യങ്ങളായിരുന്നു. എണ്ണവും രാഷ്ട്രീയ സ്വാധീനവും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരുന്ന ജമീന്ദാർമാരും ജാഗിർദാർമാരും കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ ചൊല്ലി കലഹിച്ചു കൊണ്ടിരിക്കുകയും കർഷകരുടെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാജ്യങ്ങൾ ആഭ്യന്തര കച്ചവടത്തിന് ഇടർച്ച വരാതെ സൂക്ഷിക്കുകയും വിദേശ വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും തങ്ങളുടെ രാജ്യങ്ങളിലെ വ്യാവസായിക വാണിജ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കാൻ അവർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തങ്ങളെ തന്നെ ഉറച്ചു നിർത്താനും വിദേശ ആക്രമണങ്ങളെ തട്ടിക്കളയാനും അവർക്ക് കഴിയാതിരുന്നത് ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഹൈദരാബാദിൻ്റെയും കർണാടകത്തിൻ്റെയും അവസ്ഥ എന്തായിരുന്നു 18ാം നൂറ്റാണ്ടിൽ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഹൈദരാബാദ് രാജ്യം 1724 സ്ഥാപിച്ചത് നിസാമുൽ മുൽക്ക് അസഫ് ജ ആണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഹൈദരാബാദ് രാജ്യം സ്ഥാപിച്ചത് 1724 നിസാമുൽ മുൽക്ക് അസഫ് ജ ആയിരുന്നു. ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിന് ശേഷമുള്ള പ്രഭുക്കന്മാരിൽ ഒരാളായിരുന്നു ആര്? നിസാമുൽ മുൽക്ക് അസഫ് ജ. 1724 ഹൈദരാബാദ് സ്ഥാപിച്ചത്. അദ്ദേഹം സയ്യിദ് സഹോദരന്മാരെ അട്ടിമറിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു.
അതിൻ്റെ പ്രതിഫലമായിട്ട് ചക്രവർത്തിയുടെ ഡെക്കാണിലെ പ്രതിനിധിയായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ 1720 മുതൽ 22 വരെ തൻ്റെ ഭരണത്തിനെതിരായ എല്ലാ നീക്കങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടും ഭരണ സംവിധാനം കാര്യക്ഷമമാക്കിക്കൊണ്ടും ഡെക്കാനിൽ അദ്ദേഹം സ്ഥാനമുറപ്പിച്ചു. അപ്പോൾ 1722 മുതൽ 24 വരെ അദ്ദേഹം സാമ്രാജ്യത്തിലെ വസീറായിരുന്നു. 1724 ഹൈദരാബാദ് രാജ്യം സ്ഥാപിച്ചത് നിസാമുൽ മുൽക്ക് അസഫ് ജ ആയിരുന്നു. അദ്ദേഹം ഡെക്കാണിൽ വസീറായിട്ട് എന്ത് ചെയ്തു? സ്ഥാനമുറപ്പിച്ചു. 1720 മുതൽ 22 വരെ ഭരണത്തിനെതിരായ എല്ലാ നീക്കങ്ങളെയും ശക്തമായിട്ട് ചെറുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഡെക്കാണിൽ നിലയുറപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഭരണം നവീകരിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങളെ മുഹമ്മദ് ഷാ ചക്രവർത്തി തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അതിവേഗം ആ സ്ഥാനം മടുത്തു. അതായത് നമ്മുടെ നിസാമുൽ മുൽക്ക് അസഫ് ജ ഭരണം നവീകരിക്കാൻ വേണ്ടി കുറേ തന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇത് മുഹമ്മദ് ഷായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നിസാമുൽ മുൽക്ക് അസഫ് ജ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാധികാരം നിലനിർത്താൻ കഴിയുന്ന ഡെക്കാണിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെ അദ്ദേഹം ഹൈദരാബാദ് രാജ്യത്തിന് അടിസ്ഥാനമിടുകയും ശക്തമായ കരുത്തോടെ അദ്ദേഹം ഭരിക്കുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം പരസ്യമായി ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പ്രായോഗികമായി അദ്ദേഹം ഒരു സ്വതന്ത്ര ഭരണാധികാരിയെ പോലെയായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഡൽഹിയോട് ആലോചിക്കാതെ യുദ്ധങ്ങൾ നടത്തുകയും സമാധാനത്തിലെത്തുകയും സ്ഥാനപ്പേരുകൾ അനുവദിച്ചു നൽകുകയും ജാഗിറുകളും സ്ഥാനമാനങ്ങളും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ നേരെ സഹിഷ്ണുതയുള്ള ഒരു നയമായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേന്ദ്രത്തിനോട് ആലോചിക്കാതെ യുദ്ധങ്ങൾ നടത്തുകയും സമാധാനത്തിലെത്തുകയും സ്ഥാനപ്പേരുകൾ അനുവദിച്ചു നൽകുകയും ജാഗിറുകളും സ്ഥാനമാനങ്ങളും അനുവദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ ഒരു സഹിഷ്ണുതാപരമായ നിലപാട് സ്വീകരിച്ചു. ഉദാഹരണത്തിന് ഒരു ഹിന്ദുവായ പൂരൻചന്ദായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിവാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുഗൾ സമ്പ്രദായത്തിലുള്ള ജാഗിർ സംവിധാനത്തെ അടിസ്ഥാനമാക്കി ഡെക്കാണിൽ ക്രമമായ ഒരു ഭരണം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം അധികാരം ഉറപ്പിച്ചു. വലിയ കലാപകാരികളായ സാമന്തന്മാരോട് തൻ്റെ അധികാരം മാനിക്കണമെന്ന് കർശനമായി താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂനികുതി സംവിധാനത്തിലെ അഴിമതി ഇല്ലാതാക്കാനും അദ്ദേഹം ഒരു ശ്രമം നടത്തി. എന്നാൽ 1748 അദ്ദേഹത്തിൻ്റെ മരണശേഷം ഡൽഹിയിൽ നിലനിന്നിരുന്നത് പോലെയുള്ള ഛിദ്രശക്തികൾക്ക് ഹൈദരാബാദും വിധേയമായി. അപ്പോൾ 1724 നിസാമുൽ മുൽക്ക് അസഫ് ജ രാജ്യം സ്ഥാപിച്ചു. 1747 അദ്ദേഹം മരണമടഞ്ഞു. ബട്ട് ഡൽഹിയിൽ നിലനിന്നതുപോലുള്ള ഛിദ്രശക്തികൾ ഹൈദരാബാദിലും തലപൊങ്ങി. മുഗൾ ഡെക്കാനിലെ സുബകളിൽ ഒന്നായിരുന്നു കർണാട്ടിക്. ആ രീതിയിൽ ഹൈദരാബാദിലെ നിസാമിൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു ഏത്? കർണാട്ടിക് എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രായോഗികമായി നിസാം ഡൽഹിയിൽ നിന്ന് സ്വതന്ത്രനായതുപോലെ തന്നെ കർണാട്ടിക്കിലെ ഡെപ്യൂട്ടി ഗവർണർ ഡെക്കാനിലെ ഗവർണറുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാകുകയും തൻ്റെ സ്ഥാനം പാരമ്പര്യ അവകാശമാക്കുകയും ചെയ്തു. അങ്ങനെ കർണാട്ടിക്കിലെ നവാബ് സാദത്തുള്ള ഖാൻ, കർണാട്ടിക്കിലെ നവാബിൻ്റെ പേരാണ് സാദത്തുള്ള ഖാൻ, അദ്ദേഹം തൻ്റെ മേലധികാരിയായ നിസാമിൻ്റെ അനുവാദമില്ലാതെ അനന്തരവനായ ദോസ്ത് അലിയെ പിൻഗാമിയാക്കി മാറ്റി. പിന്നീട് 1740 ശേഷം നവാബ് സ്ഥാനത്തേക്കുള്ള ആവർത്തിച്ചുള്ള പോരാട്ടങ്ങൾക്ക് ഒടുവിൽ നവാബിലെ അവസ്ഥ മോശമായി. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ യൂറോപ്പിൽ നിന്നുള്ള കച്ചവട കമ്പനികൾക്ക് നേരിട്ട് ഇടപെടാനുള്ള അവസരമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബംഗാളിൻ്റെ അവസ്ഥ നോക്കാം. കേന്ദ്രാധികാരത്തിൻ്റെ വർദ്ധിച്ചു വന്ന ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ട് അനിതര സാധാരണമായ കഴിവുകളുള്ള മുർഷിദ് ഖൂലി ഖാനും അലി വർദി ഖാനും ബംഗാളിനെ സ്വതന്ത്രമാക്കി. അപ്പോൾ മുഗൾ രാജഭരണത്തിൻ്റെ അന്ത്യം വന്നതോടുകൂടി ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുർഷിദ് ഖൂലി ഖാനും അലി വർദി ഖാനും ബംഗാളിനെ സ്വതന്ത്രമാക്കി. അപ്പോൾ 1717 മാത്രമാണ് ഗവർണറായതെങ്കിലും ദിവാനായി നിയമിതനായ
1700 മുതൽ മുർഷിദ് ഖൂലി ഖാൻ ബംഗാളിൻ്റെ യഥാർത്ഥ ഭരണാധികാരി തന്നെയായിരുന്നു. അതായത് 1717 മാത്രമാണ് ബംഗാളിലെ ഗവർണറായിട്ട് ആര് വന്നിട്ടുള്ളത്, നമ്മുടെ മുർഷിദ് ഖൂലി ഖാൻ വന്നിട്ടുള്ളത്. പക്ഷേ 1700 അതായത് ദിവാനായ അന്ന് മുതൽ തന്നെ അദ്ദേഹം എന്തായിരുന്നു, ബംഗാളിൻ്റെ യഥാർത്ഥ ഭരണാധികാരി ആയിരുന്നു. അപ്പോൾ ചക്രവർത്തിക്ക് സ്ഥിരമായി വലിയ കപ്പം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹം കേന്ദ്ര നിയന്ത്രണത്തിൽ നിന്ന് അതിനെ സ്വതന്ത്രമാക്കി. ബാഹ്യവും ആഭ്യന്തരവുമായ അപകടങ്ങളിൽ നിന്ന് ബംഗാളിനെ വിടുവിച്ചുകൊണ്ട് അദ്ദേഹം സമാധാനം സ്ഥാപിച്ചു. ജമീന്ദാർമാരുടെ വൻ കലാപങ്ങളൊന്നുമില്ലാതെ ബംഗാൾ ഇപ്പോൾ ഒരു സ്വസ്ഥമായ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 3 പ്രധാന കലാപങ്ങൾ നടത്തിയത്, ആദ്യത്തേത് സീതാറാം റേ, ഉദയനാരായണൻ, ഗുലാം മുഹമ്മദ് എന്നിവരും പിന്നീട് ഷൂജത് ഖാനും ഒടുവിൽ നജത് ഖാനുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് 3 കലാപങ്ങളുണ്ടായി. ഒന്ന് സീതാറാം റേ, ഉദയനാരായൺ, ഗുലാം മുഹമ്മദ് എന്നിവർ. നെക്സ്റ്റ് വരുന്നത് ഷൂജത് ഖാനും മറ്റൊന്ന് നജത് ഖാനുമായിരുന്നു. അപ്പോൾ അവരെ പരാജയപ്പെടുത്തിയതിന് ശേഷം മുർഷിദ് ഖൂലി ഖാന് ജമീന്ദാരി പദവി അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനായിരുന്നില്ല റാംജീവന് നൽകി. മുർഷിദ് ഖൂലി ഖാൻ 1727 അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനായ ഷുജാഉദ്ദീന് 1739 വരെ ബംഗാൾ ഭരിച്ചു. ആ വർഷം അലിവർദി ഖാൻ ഷുജാഉദ്ദീൻ്റെ മകനായ സർഫറസ് ഖാനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൊല്ലുകയും ചെയ്ത ശേഷം നവാബായി, അലിവർദി ഖാൻ നവാബായി. അപ്പോൾ മുർഷിദ് ഖൂലി ഖാന് ശേഷം പിന്നീട് വന്ന ഒരു ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? അലിവർദി ഖാൻ ആയിരുന്നു. 1727 ഖൂലി ഖാൻ മരിച്ചു. മുർഷിദ് ഖൂലി ഖാൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഷുജാഉദ്ദീൻ. അദ്ദേഹം 1739 വരെ ഭരിച്ചു. ആ വർഷം അലിവർദി ഖാന് ഷുജാഉദ്ദീൻ്റെ മകൻ സർഫറസ് ഖാനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൊല്ലുകയും ചെയ്ത് എന്നിട്ട് സ്വയം നവാബായി മാറുകയാണ് ചെയ്തത്. അപ്പം ഈ 3 നവാബുമാരും ബംഗാളിലെ ദീർഘകാലത്തെ സമാധാനവും ക്രമമായ ഭരണവും നൽകുകയും കച്ചവടത്തെയും വ്യവസായത്തെയും വളർത്തുകയും ചെയ്തു. മുർഷിദ് ഖൂലി ഖാൻ ഭരണത്തിൽ സാമ്പത്തിക അച്ചടക്കം നടപ്പിലാക്കുകയും പുതുവിധി നിർണയത്തിലൂടെ ജാഗിർ ഭൂമികളെ ഖലിസ ഭൂമികളാക്കുകയും നികുതി ലേല സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ അദ്ദേഹം ബംഗാളിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. അപ്പം മുർഷിദ് ഖൂലി ഖാനാണ് ഖലിസ എന്നുള്ള ജാഗിർ ഭൂമികളെ ഖലിസ ഭൂമികളാക്കി മാറ്റി നികുതി ലേല സമ്പ്രദായം നടപ്പിലാക്കി. ഈ രീതിയിൽ ബംഗാളിനെ സാമ്പത്തികമായിട്ട് അദ്ദേഹം പരിഷ്കരിച്ചു. അദ്ദേഹം ലേലക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും ആരിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? പ്രാദേശിക ജമീന്ദാർമാരിൽ നിന്നും കച്ചവട പണമിടപാടുകാരിൽ നിന്നും തിരഞ്ഞെടുത്തു. അപ്പോൾ പാവപ്പെട്ട കൃഷിക്കാരുടെ ദുരവസ്ഥ ലഘൂകരിക്കാനും ഭൂനികുതി സമയത്തിന് ഒടുക്കാൻ അവരെ പ്രാപ്തരാക്കാനും കാർഷിക വായ്പ അഥവാ തക്കാവി അനുവദിച്ചു. തക്കാവി എന്നാണ് മുർഷിദ് ഖൂലി ഖാൻ കൊണ്ടുവന്നിട്ടുള്ള കാർഷിക വായ്പൻ്റെ പേരാണെന്ത്? തക്കാവി എന്ന പേരിൽ. ഈ രീതിയിൽ അദ്ദേഹത്തിന് ബംഗാൾ ഗവൺമെൻറ് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ നികുതി ലേല സമ്പ്രദായം ജമീന്ദാർമാരുടെയും കർഷകരുടെയും സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ നികുതി മാത്രം ആവശ്യപ്പെടുകയും നിയമാനുസരണമല്ലാത്ത പിരിവുകൾ നിരോധിക്കുകയും ചെയ്തെങ്കിലും ജമീന്ദാർമാരിൽ നിന്നും കർഷകരിൽ നിന്നും നികുതി പിരിച്ചത് അത്യന്തം ക്രൂരതയോടെയും അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ മറ്റൊരു ഫലവുമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പം അനേകം പുരാതന ജമീന്ദാർമാരെ സ്ഥാനഭ്രഷ്ടരാക്കി അവരുടെ സ്ഥാനം തുടക്കക്കാരായ നികുതി ലേലക്കാർ കൈയടക്കുകയാണ് ചെയ്തത്. മുർഷിദ് ഖൂലി ഖാനും പിന്തുടർച്ചക്കാരായ നവാബുമാരും ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും തൊഴിലുള്ള അവസരങ്ങൾ തുല്യമായി നൽകിയിരുന്നു. അദ്ദേഹം സൈനികേതര ഉയർന്ന ഉദ്യോഗങ്ങളും അനേകം സൈനിക ഉദ്യോഗങ്ങളും ബംഗാളികളെ കൊണ്ട് നിറച്ച്
നികുതി ലേലക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഹൈന്ദവരായ മഹാന്മാർക്കും പ്രാദേശിക ജമീന്ദാന്മാർക്കും മുൻഗണന നൽകുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം പുതിയൊരു കൂട്ടം ഭൂപ്രഭുക്കന്മാർക്ക് ബംഗാളിൽ അടിസ്ഥാനമിട്ടു. കച്ചവടത്തിൻ്റെ വിപുലീകരണം ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും പ്രയോജനകരമാണെന്ന് 3 നവാബുമാരും അംഗീകരിക്കുകയും വിദേശികളും ഇന്ത്യക്കാരുമായ എല്ലാ കച്ചവടക്കാർക്കും പ്രോത്സാഹനം നൽകുകയും ചെയ്തു. സ്ഥിരമായ പോലീസ് സ്റ്റേഷനുകളും പോലീസ് പോസ്റ്റുകളും ഏർപ്പെടുത്തി കള്ളന്മാരിൽ നിന്നും കവർച്ചക്കാരിൽ നിന്നും റോഡുകളെയും നദികളെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഏറ്റെടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ കച്ചവടം നിരോധിച്ചു. ചുങ്കഭരണത്തിലെ കൊള്ളരുതായ്മകളെ അവർ തടസ്സപ്പെടുത്തി. അതേസമയം വിദേശ കച്ചവട കമ്പനികളുടെയും ജീവനക്കാരുടെയും മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പദവികൾ ദുരുപയോഗപ്പെടുത്തുന്നതിന് വിലക്കുകയും ചെയ്തു. ദേശത്തെ നിയമം പാലിക്കുന്നതിനും മറ്റു കച്ചവടക്കാർ നൽകി വന്ന അതേ ചുങ്കങ്ങൾ അടയ്ക്കുന്നതിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജീവനക്കാരെ അദ്ദേഹം നിർബന്ധിച്ചു. അപ്പം കൽക്കട്ടയിലെയും ചന്ദർനഗറിലെയും ഫാക്ടറികൾക്ക് ചുറ്റും കോട്ട കെട്ടുന്നതിന് അലിവർദ്ദിഖാൻ ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും അനുവദിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇടപെടാനുള്ള അവസരമൊന്നും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അലിവർദ്ദിഖാന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാൾ നവാബുമാർ ഒരു വിധത്തിൽ ദൂരക്കാഴ്ചയില്ലാത്തവരും ശ്രദ്ധയില്ലാത്തവരുമായിരുന്നു. 1707 ശേഷം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനോ ഉള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വർദ്ധിച്ചു വന്ന പ്രവണത കർശനം അവരെ അതിച്ചൊഴുക്കിയില്ല. കമ്പനിയുടെ ഭീഷണികളെ നേരിടാനുള്ള പ്രാപ്തി അവർക്കുണ്ടായിരുന്നു. ഒരു വെറും കച്ചവട കമ്പനിക്ക് തങ്ങളുടെ ശക്തിയെ ഭീഷണിപ്പെടുത്താൻ കഴിയുകയില്ലെന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെറും കച്ചവടക്കാരുടെ കമ്പനിയല്ല, അക്കാലത്തെ ഏറ്റവും ആക്രമണ സ്വഭാവവും വികസനത്വരയുമുള്ള അതീശത്വത്തിൻ്റെ പ്രതിനിധികളായിരുന്നുവെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. മറ്റ് ഭൂഭാഗങ്ങളോടുള്ള ബന്ധമില്ലായ്മയും അജ്ഞതയും അവർക്ക് വിനാശകരമായിട്ട് തീരുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ആഫ്രിക്കയിലും ദക്ഷിണ പൂർവേഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും പാശ്ചാത്യ കച്ചവട കമ്പനികൾ വരുത്തിയ നാശം അവർ അറിയുമായിരുന്നു. അപ്പോൾ അവർക്ക് പുറത്തുള്ള രാജ്യങ്ങളുടെ ഈ കമ്പനികൾ വരുത്തിയ നാശങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ ഒരു സൂക്ഷ്മതയോടുകൂടി അവരോട് ഇടപഴകാനുള്ള അല്ലെങ്കിൽ അവരെ ഒന്ന് തടുത്തു നിർത്താനുള്ള ഒരു ശ്രമം അവർ നടത്തിയില്ല. അപ്പോൾ ബംഗാളിലെ നവാബുമാർ ശക്തമായ ഒരു സൈന്യത്തെ ഒരുക്കുന്ന കാര്യം അവഗണിക്കുകയും അതിനൊരു കനത്ത വില നൽകുകയും ചെയ്തു. ഉദാഹരണമായിട്ട് മുർഷിദ് ഖുലി ഖാൻ്റെ സൈന്യം 2000 കുതിരപ്പടയും 4000 കാലാൾപ്പടയും ഒക്കെ ഉള്ള സൈന്യമായിരുന്നു. മറാത്തരുടെ ആവർത്തിച്ചുള്ള ആക്രമണം അലിവർദ്ദിഖാനെ വിഷമത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഒറീസയുടെ ഒരു വലിയ ഭാഗം അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അലിവർദ്ദിയുടെ പിൻഗാമിയായ സിറാജുദ്ദൗലയുടെ നേർക്ക് 1756-57 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ശക്തമായ ഒരു സൈന്യത്തിൻ്റെ അഭാവം വിദേശികളുടെ വിജയത്തിന് ഏറെ സംഭാവനകൾ നൽകിയിരുന്നു. അപ്പോൾ തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വർദ്ധിച്ചു വന്ന അഴിമതി തടയാനും ബംഗാളിലെ നവാബുമാർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഖാസിമാരും മഫ്തിമാരും പോലുള്ള നീതിന്യായ ചുമതലക്കാരും കൈക്കൂലിക്കാരായി മാറി. ആ കാലത്ത് നീതിന്യായ ചുമതലക്കാരാണ് ആര്? ഖാസിമാരും മഫ്തിമാരും. കർഷകർക്ക് കൊടുക്കുന്ന ഒരു പണം വായ്പയുടെ പേര് തക്കാവി എന്നാണ്. ഖാസിമാരും മുഫ്തിമാരും ആരാണ്? അവർ നീതിന്യായ ചുമതലക്കാരാണ്. അപ്പോൾ ഔദ്യോഗിക നിയമങ്ങളും നിയന്ത്രണങ്ങളും നയങ്ങളും വളച്ചൊടിക്കുന്നതിന് വിദേശ കമ്പനികൾ ഈ ദൗർബല്യം നന്നായിട്ട് മുതലെടുത്തു. ഇനി അക്കാലത്തെ അവധിൻ്റെ അവസ്ഥയാണ് നമുക്കിനി പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.